ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പറയാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി. ഇപ്പൊ തുടങ്ങാം. നമ്മള് ഫസ്റ്റ് ടൈം എവിടെ വെച്ചാൽ കാണുന്നത്? LKG പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്നത്തെ ഒരു ഫോട്ടോ ഞങ്ങളുടെ ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യാം ഫോട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പഠിച്ച് അങ്ങനെ പടികൾ കയറി നമ്മള് ഏഴാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് സെക്കൻഡറി സ്കൂൾ ആലുവ തോട്ടുമുഖം മലനാട് പി. അവിടെ പഠിച്ചവരുണ്ടാവും, ഉറപ്പായും കാണണം ഈ ഒരു വീഡിയോ. അത്രയും നല്ലൊരു സ്കൂളെന്ന് വേണേ നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല, കാരണം പക്ക ബോറിങ്. അതെ, അത്രയും ബോറടിച്ച സ്ഥലം. നമ്മുടെ മിനി ജയിലേനു അല്ലേ? മിനി ജയില് മാത്രമല്ല, പിള്ളേരൊക്കെ എന്റെ ദൈവമേ, ഞാൻ എന്നെ വരെ ജീവിതത്തിൽ ഇങ്ങനത്തെ പിള്ളേരെ കണ്ടില്ല. ഞാൻ വടി ഓടിച്ചിട്ടു ആ സ്കൂളിൽ. ഞാൻ പിന്നെ വെറുത്ത് മൊത്തത്തില്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ അവിടെ നിന്ന് ചെന്നത് നൈസ് വൈബ് ആയിട്ടുള്ള ഒരു സ്കൂളേക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ പിന്നെയും ഞാൻ അവിടെ തന്നെയായിരുന്നു. +2 വരെ ഞാൻ കഷ്ടപ്പെട്ട് താണ്ടി അതൊക്കെ. അങ്ങനെ നമ്മൾ +2 കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മള് പിന്നെ നമ്മുടെ കഥ തുടങ്ങുന്നത് നമ്മുടെ കോളേജ് ലൈഫാണ്. +2 കഴിഞ്ഞു. പുള്ളിക്കാരത്തിനെ ഞാൻ കണ്ടു. പുള്ളിക്കാരത്തി അല്ലമിൻ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഞാനും പറഞ്ഞു, പക്ഷെ എനിക്ക് അല്ലമിൽ എല്ലാവരും ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ കോളേജിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മേ ബി അല്ലമിൻ തന്നെ ചേരും എന്ന് പറഞ്ഞു. അഡ്മിഷൻ കിട്ടിയപ്പോ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് അല്ലമിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു കാണാം അവിടെ വെച്ചത്. വി ഡോണ്ട് ഈവൻ ഷെയർ അവർ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ഞാൻ ചോദിക്കുകയോ ഓള് എന്നോട് പറയുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വല്ല ഐഡിയ ഇല്ലേനോ. അപ്പൊ അത് കഴിഞ്ഞൊരു സിവിളിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. കേറിയെന്ന് പറഞ്ഞു. അന്നാണ് ചോദിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഇവൾ എന്നോട് ചോദിച്ചു ഏത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര സെറ്റപ്പിൾ ഇംഗ്ലീഷ് ഇതൊക്കെ. ഇവള് പറഞ്ഞു ഞാനും ബി ഇംഗ്ലീഷ് ആണല്ലോ. അങ്ങനെ അപ്പൊ ഇവളെന്തായി സെയിം ക്ലാസ് ആയി. ലൈക്ക് എന്റെ മെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ BB ഓപ്ഷൻ ആയിട്ടാണ് പോയത്. എനിക്ക് കിട്ടിയത് ബി ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ലൈക്ക് എന്റെ കസിൻ BBA-ലാണ് പഠിക്കണം. അപ്പൊ എനിക്ക് അയ്യോ കണക്ഷൻ വേറെ ഇല്ല, എനിക്ക് അവളുടെ ഒപ്പം ഇരിക്കുമ്പോ എനിക്ക് കുറച്ചുകൂടി ഇത്. പെട്ടെന്നാണ് ഇവള് BA ഇംഗ്ലീഷിലുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ എനിക്ക് സന്തോഷം. ഞാൻ മനസ്സിൽ ലഡ് പറ്റി. അപ്പൊ എനിക്ക് എപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ല. എനിക്ക് കോളേജിൽ പോകാൻ ഹാപ്പി ആയി. കാരണം എനിക്ക് അവിടെ ചെന്ന ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിനെ ഉണ്ടാക്കണ്ട, എന്റെ കംഫർട്ട് സോണിനെ പിടിക്കണ്ട, എനിക്ക് ടെൻഷനില്ല, എന്നെ സ്ട്രെസ് റിലീഫ് ഫ്രീ ആയിട്ടാണ് ഞാൻ എന്തിനു പോയത് ആ കോളേജിൽ പോയത്. പിന്നീട് ഏറ്റവും ഫണ്ണായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാവരും അതെ ക്ലാസ്സില് എത്ര 32 പിള്ളേരുണ്ടെങ്കിൽ 30 പിള്ളേർ ഒരു ഗ്യാങ്, 2 പിള്ളേർ വേറെ. കാരണം നമ്മുടെ വൈബാണ്, നമ്മുടെ വൈബിൽ എന്റെ വൈബ് ഇവളുടെ വൈബാണ്, വേറെ വൈബിലിട്ടൊന്നും സെറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അല്ലേ? അതെ, ശരിക്കും ഫണ്ണേന്ന് വെച്ചാൽ ശരിക്കും ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എവ്രി വൺ റെക്കഗ്നൈസസ് ക്ലാസ്സില്. മേ ബി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആ ടൈമിൽ റെക്കഗ്നൈസബിൾ ആയത് ഞങ്ങളുടെ കാരണം എവിടെ ചെന്നാലും ലൈക്ക് ആരുണ്ടായാലും നമുക്ക് അറിയാൻ പറ്റും ഇവരെന്തായാലും ഇംഗ്ലീഷിലുള്ള പിള്ളേരാണ്, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തേക്കുന്ന പിള്ളേരെ. ലൈക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിലെ പിള്ളേര് വന്നതെന്ന് നമുക്ക് അത്ഭുതമുണ്ട്. കാരണം നീ ഇംഗ്ലീഷ് പഠിക്കുന്ന നിദ പറഞ്ഞല്ലേ? അതെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒരൊറ്റ പേരോടെ, നിദ അപർണ. അതെ, മിസ്സുമാര് വരെ മിസ്സുമാര് ഇപ്പഴത്തെ ഞങ്ങളുടെ മിസ്സുമാരെ വെച്ചിരുന്നു 2 എല്ലാവർക്കും അറിയാം, എല്ലാ ഡിപ്പാർട്ട്മെന്റ് മിസ്സുമാർക്കും അറിയായിരുന്നു. അപ്പൊ നമ്മള് ക്ലാസ് കട്ടേനും എല്ലാ മിസ്സുമാരും വിളിച്ച് പറയുമ്പോൾ 2 പിള്ളേര് വിളിണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയും. അതെ, പിന്നെ ഓഫ് കോഴ്സ് കോളേജ് ആണല്ലോ, പള്ളികളുടെ ഒപ്പിക്കാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീമിന്റെ ഒരു അല്ലേ നമ്മളെക്കൊണ്ട് ആവുന്ന വിധമല്ല, പറ്റില്ല. ഈ വെള്ളി വീട്ടിൽ പിടിച്ചതാണെന്ന് പറഞ്ഞിട്ടും വള്ളി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, പിടിച്ചിട്ടുണ്ട്, സീനായിട്ടുണ്ട്. അതെ, അതൊക്കെ ഒരു കാലിന്ന് കളിക്കുന്ന ചിരി വരുന്നുണ്ട്. അതെ, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ വേറൊരു ജില്ലാണ്. 3rd ഇയർ വരെ നമ്മൾ രണ്ടുപേരും നമ്മുടെ തീരുമാനം ടൂറ് പോയിട്ട് കേൾക്കണേ, എല്ലാരും കൈയൊക്കെ പിടിച്ച് അവരൊക്കെ ഫോട്ടോ കൊടുക്കണേ. ഇവിടെ നമ്മ 2 മാത്രം വേറൊരു യൂണിവേഴ്സിറ്റി. ഒരു ഷോർട്ട് നെയിം ഒക്കെ പറയുന്നത് ലെസ്ബിയൻസ് ആണ്, അങ്ങനത്തെ നമ്മൾ സ്ട്രേറ്റ് അല്ല, ഞങ്ങൾ മറ്റേതാണ്, അങ്ങനെയൊക്കെ ലൈക്ക് അങ്ങനത്തെ റീല് വരെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്ന ആൾക്കാര്. എനിക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയതിനും അപ്പോഴും കമന്റ് വരെ റെയിൻബോ ഇങ്ങനെ ചിഹ്നമൊക്കെ ഇടും. നമുക്കെല്ലാം അറിയോളൂ നമ്മള് ഫ്രണ്ട്ഷിപ്പാണെന്ന്. എല്ലാരും ലെസ്ബിയൻസ് ആയിരിക്കും നമ്മളത്.
പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വന്നപ്പോ കുറെ ആൾക്കാർ വിചാരിച്ചു കോളേജിൽ വന്നപ്പോൾ കമ്പനി. ഈവൻ അവിടുത്തെ കോളേജിൽ മിസ്സുമാര് വരെ മാക്സിമം ട്രൈ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് പൊളിച്ച് രണ്ട് പേരിലോട്ടാക്കാൻ. ഈവൻ ആ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് വരെ ഐ തിങ്ക് അവര് ട്രൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരാള് എന്റെ മാറ്റിട്ടിട്ട് വേണ്ടി ഇവിടെ കുറ്റം പറഞ്ഞുതരും, അങ്ങനെ കുറ്റം പറഞ്ഞ് ഞാൻ ഇവളെ പറ്റി അങ്ങനെ പറഞ്ഞു, ഇവളെ പറ്റി ലൈക്ക് ആരെ പറ്റി പറഞ്ഞാലും അങ്ങനെ കുറ്റം പറഞ്ഞില്ല. അത് മാത്രല്ല ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാല് ഒരു അടി ഒരു പിണക്കം ഉണ്ടായി കഴിഞ്ഞാല് 1 മിനിറ്റ് പോലും ലാസ്റ്റ് ചെയ്യണം. ഞാൻ മറന്നു പിണങ്ങിയാല് ഇവിടെ ആയത് തന്നെ നമ്മള് മറന്നു. പിന്നെ ഫണ്ണിയസ്റ്റ് തിങ് എന്താ വെച്ചാൽ രാവിലെ വിളിച്ചിട്ട് കോളേജിൽ പോകണുണ്ടോ? ഇല്ല, നീ പോണില്ല, ഞാനും പോകണം. അങ്ങനെ എത്രയോ നമ്മളങ്ങനെ കോളേജ് ഒറ്റക്ക് പോയി ഇന്ന വരെ ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. അങ്ങനെ പോയിട്ട് ഞാൻ ആ കോളേജിൽ കയറിയിട്ടില്ല. അങ്ങനെയുണ്ട് ഞാനും ഇന്നേ വരെ. അതെ, ഒരാളില്ലാണ്ട് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് വളരെ അത് നമുക്ക് നമ്മള് ഞാൻ പറഞ്ഞില്ല, നമ്മൾ രണ്ടുപേരും ഒരു പിള്ളേർ ഗ്യാങ് ആണ്, ബാക്കി എല്ലാവരും ഒരു ഗ്യാങ്. അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാൾ വരാണ്ടിരുന്നതിനാ അന്ന് നമുക്കത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഡിപ്രഷൻ പിടിച്ചൊരു ഫീലിംഗ് ഇല്ല, എന്തൊക്കെയോ ആണ്. എന്താ പറയാ, ഇങ്ങനെ മറ്റേ ശവം ചത്തിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. അതെല്ലാരും ചോദിക്കും കൂട്ടുകാർ വരാത്തതിന്റെ ആണല്ലേ കൂട്ടുകാർ. അപ്പൊ എല്ലാവർക്കും അറിയാം, ലൈക്ക് അതർ വൺ വരാത്തോണ്ടാണ് നമ്മുടെ ഫേസ് അങ്ങനെ ഇരിക്കണേന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ക്ലാസ്സിൽ വന്നാൽ തന്നെ അവിടെ വന്നിരിക്കുക, രാവിലെ തൊട്ട് കോളേജിന്റെ ഗേറ്റ്സ് കടുക്കണ വരെ എനിക്ക് എന്റെ തോന്നുന്നു എന്റെ കണ്ണിൽപ്പെട്ട എല്ലാവരെയും നമ്മൾ കളിയാക്കാറുണ്ട്. അതെ, നമ്മുടെ മിസ്സും ഇല്ല, പ്രിൻസിപ്പളും ഇല്ല, പിള്ളേരൊന്നുമില്ല. എന്തിനാ റോട്ടിൽ കൂടെ കടയിലുള്ള ചേട്ടന്മാരെ പോലും ഒന്നും ഞാൻ എന്തൊക്കെ പറഞ്ഞേ. സത്യം ഏറ്റവും വലിയ ഇഷ്ടം ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും, എന്നാൽ പോലും ഞങ്ങൾ പഠിത്തത്തിൽ ഉഴപ്പിയിട്ടില്ല. അതായിരുന്നു മിസ്സുമാർക്ക് ആകെ ഉണ്ടായിരുന്നു. മിസ്സുമാർക്ക് ചീത്ത പറയണമെന്നുണ്ട്, ഇറക്കി വിടണമെന്നുണ്ട്, അറ്റൻഡൻസ് ഷോർട്ടേജ് വെക്കണമെന്നുണ്ട്. പക്ഷെ നത്തിങ് കണ്ടു. ഞങ്ങൾ അസൈൻമെന്റ് പറഞ്ഞ അസൈൻമെന്റ് വെക്കുമായിരുന്നു. ക്ലാസ്സിലെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 80-ന് മുകളിൽ നമുക്ക് രണ്ടുപേരും ക്ലാസ്സിൽ ടോപ്പ് 5 ഉണ്ടായിരുന്നു. ഈ ടോപ്പ് 5 ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അതാണ് ഇന്നും മിസ്സുമാർ എപ്പോഴും പറഞ്ഞ കാര്യം, നമ്മൾ രണ്ടുപേരും കാണിക്കാത്ത അലമ്പില്ല, എന്നാൽ പോലും നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിരുന്നു. അതെ, വേറെ കോളേജിൽ മീറ്റിങ്ങിനൊക്കെ വരുമ്പോ ഉമ്മമാരുടെ അടുത്ത് പറയും ലൈക്ക് എന്താ പറയാ, രണ്ടുപേരും കണക്കാണ് പക്ഷെ പഠിക്കുന്നുണ്ട് രണ്ടുപേരും. അധികം അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ പാരന്റ്സ് വന്നു കഴിഞ്ഞാല് അപ്പുറത്തെ പാരന്റ്സ് ഒക്കെ പറയും നമുക്ക് ചായ പിടിച്ചിട്ട് പറയില്ലേ. എന്റെ ഫസ്റ്റ് മീറ്റിംഗിലായിരുന്നതോടെ ഞങ്ങള് എന്റെ ഇവളുടെ ഫസ്റ്റ് ഇയർ കയറിയിട്ടുള്ളൂ അല്ല. അപ്പൊ നമ്മള് കോളേജ് മറ്റേ സിനിമയെ കണ്ടേക്കണ കോളേജൊക്കെയാണ് നമ്മുടെ മൈൻഡില്. അതൊക്കെ കണ്ട് അലമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ അന്നൊരു ഹ്യൂജ് ഗ്യാങ് ഉണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ. അപ്പൊ നമ്മള് അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മിസ്സുമാരെന്തൊക്കെയാ പറഞ്ഞേന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെയൊക്കെ കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവ് അടിച്ചിട്ടുണ്ട്. പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മൾ എന്റെ ഇടയ്ക്ക് അവിടെ പോകും. എന്തിനാ പോണ ചുമ്മാ വെറുതെ. പിന്നെ അവിടെ കുറച്ച് ചാമ്പൊക്കെ കിട്ടും, മാങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തിന്നെ വിശക്കും. നമ്മള് ഉച്ചക്ക് ഫുഡ് കൊണ്ടുപോകാറില്ല. നമ്മള് രാവിലെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടാ പോണേ. ഉച്ചക്ക് ചിലപ്പോൾ ഫുഡ് കൊണ്ടുപോകില്ല. ഫുഡ് ഉണ്ടായി കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാറില്ല. പിന്നെ അതുകൊണ്ട് ആ കിട്ടണ ഗ്യാപ്പിൽ ചിലപ്പോ പച്ചക്കറിത്തോട്ട് വെച്ചാൽ ചിലപ്പോ മാങ്ങയോ ചാമ്പയ്ക്കോ മൽബറിയോ ബ്ലൂബറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുത്ത് തട്ടി തിന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോണത്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സ്ട്രേറ്റ് പോവാണ് പച്ചത്തുരുത്ത്. ഞാൻ ഇവിടെ നിന്ന് കിടക്കണമെന്ന് പറയണേക്കുമ്പോ അവരൊരു ഇങ്ങനെ അതിന് വേണ്ടിട്ടല്ലേ വന്നെ. അതിൽ ക്ലാസ്സിലിരിക്കുമ്പോ ഒരു സാറുണ്ടായിരുന്നു, ആ ചേട്ടനെ എന്നാ ഞാൻ അടിച്ചിട്ടൊന്നും ഇരിക്കുന്നില്ലേ, കണ്ണ് ചുമന്ന് തലവേന എടുത്തിരുന്നാ പറയും അടിച്ചിട്ടൊന്നും ഇരിക്കുന്നല്ലേന്ന്. നമുക്കൊക്കെ തലവേന എടുത്തതിനാ ഇല്ല, കഞ്ചാവ് അടിച്ചോർക്കാതോ ഇല്ലല്ലോ കണ്ണ് വെക്കാം. തലവേന എടുത്തതിനാ പോലും നമുക്കൊന്ന് കണ്ടു. മെയിനുള്ള പ്രശ്നം ഉച്ചയുടെ നമ്മൾ രണ്ടു കിടന്ന് ഉറങ്ങും, കഴിഞ്ഞ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഉച്ചയുടെ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് താല്പര്യമില്ലാത്ത പീരീഡുകളായിരിക്കും എപ്പോഴും. ഫസ്റ്റത്തെ പീരീഡൊക്കെയാണ്. പിന്നെ അപ്പൊ നമ്മൾ ആകെ എണീറ്റിരുന്ന എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ ആകെ ശ്രദ്ധിച്ച് എണീറ്റിരുന്നിട്ട് ഒരു പീരീഡ് ഉള്ളൂ, എച്ച്ഒഡിയുടെ പീരീഡ്. അത് വിളിക്കും മിസ്സിന്റെ ലുക്കും അതൊക്കെ കണ്ടിട്ടാണ് നല്ല രസമുണ്ട്. ഇങ്ങനെ കാണാൻ റെഡി ആയിട്ടൊക്കെ വരും, കമ്മലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പോകുന്നതും നല്ല രസം. മിസ്സിന് തന്നെ അറിയാം, മിസ്സിനെ ലുക്ക് വൈസ് കണ്ടിട്ടാണ് പിള്ളേർ ക്ലാസ്സിൽ ഇരിക്കണേ എന്നൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു സംഭവം നീ ഓർക്കണ്ട, നമുക്ക് ചില ദിവസങ്ങളിൽ 2:30 വീട്ടിൽ പോകുമ്പോൾ കൊതിയാകുമ്പോ നമ്മള് ഒരു ദിവസം ക്ലാസ് ഉണ്ട് ഉച്ചകഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പീരീഡ് എനിക്കറിയാൻ പാടില്ല സോഷ്യോളജി. മിസ്സിനെ മിസ് കാരണം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് ആ പുള്ളി അവിടെ ആകെ ഒത്തിരി ആത്മാർത്ഥം ഉണ്ടാവും. ഒരു മിസ്സായിരുന്നു. മിസ് എനിക്ക് വേറെ ജില്ലയിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ അനുസരിച്ച് നിൽക്കുന്നുള്ളൂ. അങ്ങനെ ആ മിസ്സിന്റെ പീരീഡ് എനിക്കിരിക്കാൻ പറ്റണില്ല, ഇവൾക്കിരിക്കാൻ പറ്റണോ, ഞങ്ങൾ ചാടി. അതും ഫ്രണ്ട് വഴി പോകുന്ന ഡിപ്പാർട്ട്മെന്റ് മിസ്സുമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പൊ പിടിക്കും. ഫസ്റ്റ് ഇയേഴ്സ് ആണ്, അപ്പൊ പിടിച്ചാൽ സീനാണ്, വീട്ടിലോട്ട് വിളിക്കും. അപ്പൊ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സ് ആണെങ്കിൽ സീനില്ല.
അപ്പൊ നമ്മൾ അതനുസരിച്ച് ചാടിപ്പോ ബാക്കാന്ന് തോന്നുന്നത് അതനുസരിച്ച് താഴത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടി അവര് നിങ്ങളെ പേടിക്കണത്. പക്ഷെ നമുക്കത് നമുക്കെല്ലാം അറിയുള്ളൂ. അതെങ്ങനെ കട്ട് ചെയ്തിട്ട് ഇരുത്തോ, അപ്പൊ തന്നെ സീനായി. ഞങ്ങള് അവര് അകെ മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ. 32 പിള്ളേരുണ്ടെങ്കിൽ ആകെ ക്ലാസ്സിൽ 2 പിള്ളേരുണ്ടാവുള്ളൂ. ബാക്കി എല്ലാരും കട്ട് ചെയ്ത്. മിസ്സിന് പൊട്ടിയില്ലേ, മിസ് വിളി തുടങ്ങി, അടുത്ത വിളി തുടങ്ങി. ഡിപ്പാർട്ട്മെന്റിൽ മിസ് നമ്മളപ്പോഴത്തേക്കും നമ്മള് എന്റെ ഫ്രണ്ടിലെ ഷെയ്ക്ക് ഓണറിന്റെ അടയാണ് ഒരു ചായ വാങ്ങിച്ച് ചായ ഓർഡർ ചെയ്തിരുന്നു. അപ്പൊ തന്നെയാണ് കോള് വന്നത്. മിസ് ഈ ക്ലാസ്സിലോട്ട് പോയാൽ വീട്ടിലോട്ട് വിളിപ്പിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പിടികൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്ത് ക്യാൻസൽ പോയിട്ട് വരാം. നേരെ ബാഗൊക്കെ എടുത്തിട്ടാണ് പോണത്. എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്നുള്ള സെറ്റപ്പ്. വീട്ടിൽ പോകണ്ട, എങ്ങനെയും ക്ലാസ്സിൽ നിന്ന് കിട്ടിയാൽ മതി. രണ്ടുപേരും വീട്ടിൽ വരുന്ന മിസ്സുമാരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത്. അപ്പൊ ഇവരെന്ത് വേറെ നമ്പറിൽ വിളിക്കും. എല്ലാ മിസ്സുമാരുടെ നമ്പർ എന്റെ പ്രത്യേകിച്ച് ട്യൂറ്റർ സുമശ്രീയുടെ നമ്പർ എന്തെങ്കിലും ബ്ലോക്ക്ഡാണ്. ആ പേരൊക്കെ എനിക്ക് അറിയാൻ പറയാൻ. പക്ഷെ പാവണ്ടാ, എല്ലാവരും പാവമാണ്. എല്ലാവരും അല്ല, അതിൽ ഒരെണ്ണത്തിനൊന്നും എനിക്ക് കണ്ടെടുത്ത കണ്ടു. എനിക്ക് പേരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ദ്രോഹിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഫെയർവെല്ലിന്റെ വരെയും എനിക്ക് മുഖത്തേക്ക് പറയണമെന്നുണ്ടായിരുന്നു. മിസ്സേ, എനിക്ക് മിസ്സിനോട് യാതൊരു തരത്തിലുള്ള ഒരു ഇതില്ലാന്ന്. പക്ഷെ എനിക്ക് ഞാൻ പിന്നെ ഫെയർവെല്ലൊക്കെ ചെയ്യുന്നു. എല്ലാ മിസ്സുമാരോട് ക്ഷമിച്ചു കൊടുക്കുമ്പോ പിന്നെ 2 ബെഞ്ചിൽ കാലത്തര മിസ്സൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ കാണാൻ പറ്റും. 2 ബെഞ്ചില് നമ്മുടെ അടുത്തുനിന്ന് ലോണിയൊക്കെ പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി വിളമ്പും. അവിടുന്ന് ലോണിയായിട്ട് നമ്മുടെ അടുത്തുനിന്ന് വിളമ്പും. നമ്മളാരായി, അവരാരായി. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ടിസം എന്ന് വെച്ചാൽ നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് കോളേജിൽ ചെന്നപ്പോ പോലും ഞങ്ങൾ ആ പറഞ്ഞ മിസ്സിനില്ലേ, അവർക്ക് നമ്മളോട് പുച്ഛമായിരുന്നു. അതെ, നമ്മള് ഡിഗ്രി പാസ്സായിട്ട് നമ്മള് വേറൊരു കോളേജിൽ, ഞാൻ വേറെ കോളേജിലാണ് പഠിക്കുന്നത്, ഓള് വേറെ കോളേജിൽ വേറെ കാര്യത്തിന് പഠിക്കുന്നു. അപ്പൊ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ആ ഒരു കിട്ടിയ ഗ്യാപ്പില് ഇവരെ പഠിപ്പിച്ച മിസ്സുമാരല്ലേ എന്നോട്ട് പോകാൻ ബാക്കി എല്ലാവരും പോകണമെന്ന് സംസാരിച്ച ടീംസ് മാത്രം ലൈക്ക് എന്നിട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ അവരുടെ കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറഞ്ഞ 32 പേരിൽ പിന്നെ നമ്മൾ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു അധ്യാപകരെ തല്ലി ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് കേട്ട് ഇങ്ങനെ പോന്നോളൂ. അതിന്റെ ആവശ്യമില്ല. മാർക്സിനെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. 2 വർത്താനം പറയാന്ന് വെച്ചത് ഇന്നേ വരെ നമ്മൾ നിലവാരമല്ല എന്റെ നിലവാരം. കഞ്ചാവാന്ന് പറഞ്ഞ് അതാന്ന് പറഞ്ഞ് ഇതാന്ന് പറഞ്ഞ് പിന്നെ വരെ നമ്മളൊരു വാക്കുകൾ തിരിച്ചു പറഞ്ഞിട്ടില്ല. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അടിച്ചനെ തല്ലിനെ. പക്ഷെ നല്ല വിസുമാരും ഉണ്ട് കേട്ടോ. ചീത്ത എല്ലാരും ഓവറോൾ വൈബ് എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ വാസ് വെരി നൈസ്. സെക്കൻഡ് ഇയർ ആയപ്പോ നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് നമ്മൾ ഡൗൺ ആയി. മാത്രല്ല പിന്നീട് കോളേജ് സ്കൂളായി. എനിക്ക് തോന്നുന്നു 3:30 ക്ലാസ് 2:30 വീട്ടിൽ പോകുന്നു. വീട്ടിൽ വന്നിട്ട് പറയാൻ ഉച്ചവരെ ഉണ്ടായുള്ളൂ. പിന്നെ മിസ്സിന്റെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് മിസ്സേ പൊക്കോട്ടെ ഒരു മിസ് പറയും, നിത പറഞ്ഞ ഉച്ചവ സ്റ്റാഫ് റൂമിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നിൽക്കും. എന്തിനാ വീട്ടിൽ പോയിക്കോട്ടെ ചോദിക്കാൻ. അത് വെറുതെ പോയാൽ പോരാ, വീട്ടിൽ പൊക്കോളാൻ പറയും. അറ്റൻഡൻസ് ഉണ്ട്, പക്ഷെ അറ്റൻഡൻസ് വേണം, വീട്ടിൽ പോയാൽ വേണം. അങ്ങനത്തെ പക്ഷെ ലാസ്റ്റ് എങ്ങനെയൊക്കെ ഒരു അറ്റൻഡൻസ് ഒക്കെ തരും നമുക്ക്. നമുക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിലും മാത്രമല്ല നമ്മളായപ്പോഴും ഞങ്ങൾ ഇങ്ങനെ അറ്റൻഡൻസ് നോക്കും. നമുക്ക് എത്ര അറ്റൻഡൻസ് ഉണ്ട്, 25 അതനുസരിച്ചാണ് നമ്മൾ ലീവ് എടുക്കണം. അതെ അതെ, എന്നുവെച്ചാൽ ആഴ്ച ദിവസം നമ്മൾ ലീവാ. ഫ്രൈഡേ ആണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ ലീവ് എടുക്കാൻ. കാരണം കളർ ഡ്രസ് ഉണ്ടാവില്ല എടുക്കിടാൻ. അത് മാത്രല്ല ഫ്രൈഡേ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ ഫ്രൈഡേ മൺഡേ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ തിങ്ക് ചെയ്യാറ്. പിന്നെ ഒരു ഒറ്റ പരിപാടിക്ക് നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ പരിപാടികളും ലുലുവിൽ വരുന്നു. അതെ അതെ അതെ, കാരണം ലുലുവിലായിരുന്നു നമ്മുടെ എല്ലാം യൂസഫൊക്കെ ഇരിക്കുന്നത്. അതെ അതെ, സ്വന്തമായി AC ഇട്ടിരിക്കുന്നു, സെൻട്രലൈസ്ഡ് AC, അതിനുള്ളിൽ ഇരിക്കാം. ഒരു പൈസ ലോല ആരും ഒന്നും ചോദിക്കില്ല, എന്തിനാ മക്കൾ പിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്തോ നന്മല്ലേ. കോളേജിൽ പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല. കാരണം പൊട്ടക്കോള കുറെ പരിപാടികൾ ഉണ്ടാവും. പ്രതീക്ഷത്ത് കുറെ എണ്ണത്തിനാണ് പോയി കണ്ടുവരും. അതിനും ബെറ്റർ അവിടെ വരെ പോകുന്നത്. അതെ, പക്ഷെ കുറച്ച് പ്യുവർ ജെംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല പേരുണ്ടായിരുന്നു. നമുക്ക് ലൈക്ക് ഇവള് വന്നില്ലെങ്കിൽ എനിക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. ലൈക്ക് അത് ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഇപ്പൊ ഇവിടെ വരാത്ത ദിവസം എനിക്ക് പോകേണ്ട അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇവൾക്ക് ചിലപ്പോൾ ഡാൻസിന്റെ പേരിൽ ഇവൾക്ക് അറ്റൻഡൻസ് ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് പോകേണ്ടി വരാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ബോറടിക്കൂല എന്നൊക്കെ ഓർക്കും. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല അതിലൊരാളാത്ത റിജിനയുടെ പേര് ഉടപ്പായി മെൻഷൻ ചെയ്തു. അങ്ങനെ കുറച്ച് പേരുണ്ട്. മാഹിർ നമ്മുടെ ക്ലാസ്സിൽ 5 ബോയ്സ് ആണുള്ളത്. 5 ബോയ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണേ ഞാൻ പറയും മാഹിർ. ലൈക്ക് ഇപ്പൊ ഒരു കോണ്ടാക്ട് ഇല്ല, മെസ്സേജ് അയച്ചാൽ അവരെടുക്കൂല, വിളിച്ചാൽ അവരെടുക്കൂല. അവൻ അന്നേ പറഞ്ഞിരുന്നു കോളേജ് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല.
അതാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. നമ്മൾ യാതൊരു ബന്ധമില്ല. പക്ഷെ ആ കോളേജ് ടൈമില് അവിടെ മോട്ടറാണ് ആകെ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളായിട്ട് ഭയങ്കര കമ്മി ചിരി കളി എല്ലാം ഉണ്ടായിരുന്നു. മാഹിറുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരാളില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. മാഹിറുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉച്ചക്ക് ഹോസ്റ്റലിൽ പോകുമ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. അതെ, പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. ഞങ്ങളുടെ പോയി കഴിഞ്ഞാൽ മാഹിർ ആ വഴി പോയതാ. പിന്നെന്താ ലൈക്ക് നമ്മളൊക്കെ വഴി വരുമ്പോ HOD ഒക്കെ വന്ന വഴി വന്നേന്ന് ചോദിച്ചാൽ വഴിക്ക് മിസ്സേ അതുകൊണ്ടാണ് വഴിക്കുന്നത്. മിസ് അറ്റൻഡൻസാ. ഇവന്റെ അടുത്ത് എന്താ വഴിക്കുന്നേ വഴിയൊന്നും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പേടിയോ ഒന്നുമില്ല. മിസ്സാറ് വീട്ടിലോട്ട് വിളിക്കാൻ പോണു. മിസ്സാർ പറയും നമ്പർ വേണോ അങ്ങനെ അങ്ങനത്തെ ഒരു കഴിഞ്ഞ പാളാണ് മാഹിർ. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാല് മാഹിർ നമ്മുടെ അനിയനായിരുന്നു. ഇവരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാന്ന് പറയുന്നുണ്ട്. ഇവനും ആ ക്ലാസ് ഇത്ര ബന്ധമില്ല. അന്ന് എല്ലാവരോടും മിണ്ടോ നമ്മള് എല്ലാവരോടും മിണ്ടും എല്ലാവരോടും മിണ്ടൊക്കെ ചെയ്യും. പക്ഷെ ലൈക് നമ്മുടെ സർക്കിളിലോട്ട് നമ്മൾ വേറെ ആരെയും എൻ്റർ ചെയ്യാറില്ല. അപ്പൊ എല്ലാരും പറയും ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ്, ഇവർ രണ്ടുപേരും അതാണ്, ഇവർ രണ്ടുപേരും ഇതാണ്. കുറെ പേരൊക്കെ സ്റ്റാഫിന് പോയി കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളോട് മിണ്ടള്ളന്നൊക്കെ പോയി പറയുന്നേ. സ്വന്തം പിള്ളേര് പോയി പറയുന്നേ ഞങ്ങൾ ആരുടെ മിണ്ടില്ല, ഇവർ രണ്ടുപേരും മാത്രമോട് അങ്ങനെയൊക്കെ. എന്തിനാണ് നിങ്ങളോടൊക്കെ മിണ്ടണത്? സ്ട്രെസ്സാണ് ഞങ്ങൾക്ക് അതൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ മിണ്ടതിന്റെ അധികമാണ്. അതെ, ഇപ്പൊ തന്നെ തീർന്നിട്ടില്ല. ഇനി വിട്ടിട്ട് വേണ്ടി പോകുമ്പോഴേക്കും കുറച്ച് കഥകളും പറയാനുണ്ടെന്നും പറഞ്ഞു. ലിറ്ററലി വളരെ ഇത് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ ലൈഫും എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല. നമ്മൾ ട്രിപ്പ് ഒരുപാട് ഒപ്പിച്ചിട്ടുണ്ട്, വള്ളികളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ ഒപ്പിക്കുന്നുണ്ട്. സ്റ്റിൽ ഒപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടാണ് വന്നിരിക്കണത്. ഇത് കാണുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും ഇത് അനുകരിക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല പിള്ളേരാവണം, അറ്റൻഡൻസ് വേണം, എല്ലാം വേണം. ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.